എല്ലാവർക്കും നമസ്കാരം. ദർശന ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ശനിയാഴ്ചയും നടത്തിവരുന്ന 178ാമത് സ്നേഹസംഗമമാണ് ഇവിടെ ആരംഭിക്കുന്നത്. ഈ സ്നേഹസംഗമത്തിന്റെ നേതൃത്വം വഹിക്കുന്നത് ദർശന സർവീസ് സൊസൈറ്റിയുടെ വീൽ ചെയർ ബാസ്കറ്റ്ബോൾ ഗ്രൂപ്പാണ്. ഇതിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും എല്ലാ ഗ്രൂപ്പ് അംഗങ്ങളെയും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സ്നേഹസംഗമത്തിൽ നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്ന തിരുഹൃദയ ഗ്രൂപ്പ് ഒക്ടോബർ മാസത്തിൽ നടത്തിയ ഭക്തിഗാന മഞ്ചരി പ്രോഗ്രാമിലെ വിജയികളെ പ്രഖ്യാപിക്കുകയും 5 പേർക്ക് പ്രോത്സാഹന സമ്മാനം നൽകുകയും അതുപോലെ തന്നെ 5 പേരെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്ത് അവർക്കും സമ്മാനം നൽകുന്നതായിരിക്കും. പ്രാർത്ഥനാ ഗാനത്തോടെ നമുക്ക് മീറ്റിംഗ് ആരംഭിക്കാം. പ്രാർത്ഥനാ ഗാനം ആലപിക്കുന്നതിനായി കുമാരി മിനി പാവർട്ടിയെ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുന്നു. വെൽക്കം ടു ദ സ്ക്രീൻ. മിനി. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോകുകിൽ, എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകിത്തീരുമോ? ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. മെഴുതിരി നാളം തെളിയുമ്പോൾ നീ എന്നാത്മാവിൽ പ്രകാശമാ, ഇരുളല മൂടും ഹൃദയത്തിൽ നിൻ തിരുവചനം ദീപ്തമായി, കാൽവരി കുന്നും മനസ്സിൽ കാണുന്നിന്നു ഞാൻ, ഓർത്തു പാടും ഞാൻ. ഓ എൻ്റെ ദൈവമേ, പ്രാണന്റെ ഗേഹമേ, നിന്നിൽ നിറയട്ടെ ഞാൻ. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. താങ്ക് യു. വളരെ മനോഹരമായിട്ട് മിനി പ്രാർത്ഥന ഗാനം ആലപിച്ചു. താങ്ക് യു മിനി. അടുത്തതായി സ്വാഗതം ആശംസിക്കുന്നതിനായി കുമാരി ഗീതയെ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുന്നു. വെൽക്കം ടു ദ സ്ക്രീൻ. എല്ലാവർക്കും നമസ്കാരം. ആദ്യമേ തന്നെ ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും ദർശന ക്ലബ്ബ് ഡയറക്ടറുമായ നമ്മുടെ ബഹുമാനപ്പെട്ട സോളമൻ അച്ഛനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഉദ്ഘാടനത്തിനായി എത്തിച്ചേർന്ന മേഘാലയയിലെ ക്വീൻ മേരി സ്കൂൾ മൗലിൻ ഡെപ്പ് പ്രിൻസിപ്പൽ ആയ ബഹുമാനപ്പെട്ട സിസ്റ്റർ ആശ തെരേസ റാണിയെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ഗൂഗിൾ മീറ്റിംഗിന്റെ മുഖ്യാതിഥിയായി എത്തിച്ചേർന്ന റിട്ടയേർഡ് കായിക അധ്യാപകനായ ബഹുമാനപ്പെട്ട ശ്രീ CD ചാക്കോയെ എത്രയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നേ ദിനം ആശംസകൾ അർപ്പിക്കാൻ എത്തിയ ഫുട്ബോൾ കമന്റേറ്ററും സാംസ്കാരിക കൂട്ടായ്മകളുടെ ഓർഗനൈസറും ജാതി മതഭേദമന്യേ ഉത്സവ നഗരികളുടെ ചിരപരിചിതമായ ശബ്ദത്തിനുടമയുമായ നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീ ജോയ്സൺ ആചാണ്ടിയെ ഏറ്റവും സ്നേഹത്തോടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദർശന ക്ലബിന്റെ PRO ആയ നമ്മുടെ പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട ശ്രീ പിയൂസ് ചേട്ടനെ എത്രയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ റിപ്പോർട്ട് വായിക്കാനായി എത്തിച്ചേർന്ന കുമാരി ലീന ചേച്ചിയെയും
ഇതിന്റെ അവതരണത്തിനായി എത്തിയ കുമാരി ലിജി ചേച്ചിയെയും നന്ദി പറയുവാനായി എത്തിച്ചേർന്ന കുമാരി ബിന്ദുവിനെയും പ്രാർത്ഥനാഗാനം ആലപിച്ച കുമാരി മിനി പാവറട്ടിയെയും ഹൃദയപൂർവ്വം ഈ സ്നേഹ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ ഗൂഗിൾ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ഓരോ അംഗങ്ങളെയും എത്രയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഈ മീറ്റിംഗിൽ സന്നിഹിതരായ എല്ലാവർക്കും എത്രയും സ്നേഹത്തോടെ സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെ മനോഹരമായിട്ട് ഗീത എല്ലാവരെയും സ്വാഗതം ചെയ്തു. താങ്ക് യു ഗീത. റിപ്പോർട്ട് വായിക്കുന്നതിനായി കുമാരി ലീന എം പി നാട്ടിയെ സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുന്നു. വെൽക്കം ടു ദ സ്ക്രീൻ. എല്ലാവരും മൈക്ക് ഓഫ് ചെയ്യാം. മൈക്ക് ഓൺ ചെയ്തിട്ടുള്ളവരൊക്കെ ഓഫ് ചെയ്യാം. ഇന്ന് 2 പിറന്നാളുണ്ട്. ജോബി പിന്നെ സജീവ്. അത് ഇത് കഴിഞ്ഞിട്ട് ആഘോഷിക്കാം. 2007 ഡിസംബർ 10 ദർശന ക്ലബ്ബ് തൃശ്ശൂരിൽ ആരംഭം കുറിച്ചു. 4 വർഷങ്ങൾക്ക് ശേഷം 2022 ജനുവരി 19 ദർശന ക്ലബ്ബ് രജിസ്റ്റർ ചെയ്യപ്പെടുകയുണ്ടായി. 2024 ജനുവരി ദർശന സർവീസ് സൊസൈറ്റി രജിസ്റ്റർ പെടുകയും ചെയ്തു. ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റിയുടെ ഒരു യൂണിറ്റായി പ്രവർത്തിച്ചു വരുന്നു. ദർശന സർവീസ് സൊസൈറ്റി ഇന്ത്യ മുഴുവനും മുഖ്യമായി ഭിന്നശേഷിക്കാരുടെയും പാർശ്വവൽക്കപ്പെട്ടവരുടെയും സർവോന്മുഖ പുരോഗതിക്കായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ദർശന ക്ലബിന്റെയും ദർശന സർവീസ് സൊസൈറ്റിയുടെയും കീഴിൽ പ്രവർത്തിക്കുന്ന മറ്റു വിവിധ ഗ്രൂപ്പുകൾ: ക്രിക്കറ്റിന് വേണ്ടി കാഴ്ച പരിമിതരുടെ 2 ടീമുകൾ, കാഴ്ച പരിമിതരുടെ 2 ഫുട്ബോൾ ടീം, ഭാഗിക കാഴ്ച പരിമിതരുടെ 2 ഫുട്ബോൾ ടീം, അവരുടെ തന്നെ ഓർക്കസ്ട്ര ടീം, ഫ്യൂഷൻ ടീം, നാടൻ പാട്ട് എന്നിവ എടുത്തു പറയേണ്ട ശ്രദ്ധേയമായ പ്രോഗ്രാമുകളിൽ ഒന്നാണ്. കൂടാതെ കാഴ്ച പരിമിതർക്ക് വേണ്ടിയുള്ള ചെസ്സും ഡ്രാമ ടീമും പ്രവർത്തിച്ചു വരുന്നു. കാഴ്ച പരിമിതർക്കും ചലന പരിമിതർക്കും ഉയരം കുറഞ്ഞവർക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ പരിശീലനം നൽകുകയും ജില്ലാ, സംസ്ഥാന, ദേശീയ തലങ്ങളിലേക്ക് മത്സരത്തിനായി പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. സ്വിമ്മിംഗ് ടീം, ദർശന വീൽചെയർ ബാസ്കറ്റ്ബോൾ ടീം, ചലന പരിമിതർക്ക് വേണ്ടി സ്പോർട്സ് വീൽചെയർ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീ പുരുഷ ഭേദമന്യേ ബാസ്കറ്റ്ബോൾ പരിശീലിപ്പിക്കുകയും ജില്ലാ, സംസ്ഥാന, ദേശീയ തലങ്ങളിലേക്ക് അവരെ സജ്ജമാക്കുകയും ചെയ്യുന്നു. ഗ്ലോറിയ ഗ്രൂപ്പ്, ചലന പരിമിതർക്ക് പാട്ടുപാടുന്നതിനും മാനസിക ഉല്ലാസത്തിനും ബുദ്ധി വളർച്ചയ്ക്കും വേണ്ട കാര്യങ്ങൾ ഈ ഗ്രൂപ്പിലൂടെ നടത്തിവരുന്നു. മത്സരത്തിൽ വിജയികൾക്ക് ക്യാഷ് പ്രൈസ് നൽകി വരുന്നു. തിരുഹൃദയ ഗ്രൂപ്പ്, ചലന പരിമിതർക്കും കിടപ്പ് രോഗികൾക്കും പ്രാർത്ഥനയിലൂടെ സ്വാതന്ത്ര്യവും ആശ്വാസവും നൽകുന്ന ഒരു ഗ്രൂപ്പാണ്. പ്രാർത്ഥനയോടൊപ്പം തന്നെ പരസ്പരം വേദനകൾ പങ്കുവെക്കുന്നതിനും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുകയും ചെയ്യുന്ന ഗ്രൂപ്പാണിത്. ജീവന്റെ ഉറവ, ചലന പരിമിതരും കാഴ്ച പരിമിതർക്കും വേണ്ടിയുള്ള ഗ്രൂപ്പാണ്. ജീവന്റെ ഉറവ എന്ന ഓർക്കസ്ട്ര ടീം പ്രവർത്തിച്ചു വരുന്നു. ചാനലുകളിലും മറ്റു വേദികളിലും അവരുടെ കഴിവുകൾ തെളിയിക്കാൻ പോകാറുണ്ട്. ദർശന ലിറ്റിൽ ബ്രദറൻ ഗ്രൂപ്പ്, ഉയരം കുറഞ്ഞവർക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പാണിത്. ഇതിലൂടെ അവരുടെ മാനസിക ശാരീരിക ബന്ധങ്ങൾ പരസ്പരം പങ്കുവയ്ക്കാനും കലാകായിക വിദ്യാഭ്യാസ മേഖലകളിൽ ശ്രദ്ധ പതിപ്പിക്കുന്ന ഗ്രൂപ്പാണിത്. മാർഗദർശികളുടെ ഗ്രൂപ്പ്, ദർശന ക്ലബിന്റെ ചാനലിലൂടെ മാർഗദർശികൾ എന്ന അഭിമുഖത്തിൽ പങ്കെടുത്ത വ്യക്തികളുടെ കൂട്ടായ്മയാണിത്. ഈ അഭിമുഖത്തിൽ ചലന പരിമിതരും കാഴ്ച പരിമിതരും ഉയരം കുറഞ്ഞവരുമായിട്ടുള്ള 436 പരം വ്യക്തികൾ പങ്കെടുക്കുകയുണ്ടായി. അവർ ലേഡി ഓഫ് സോറസ്, വിധവകളായി വീട്ടിൽ കഴിയുന്ന വ്യക്തികളുടെ കൂട്ടായ്മയാണിത്. വ്യാകുല മാതാവിന്റെ കൂട്ടായ്മ, ഈ കൂട്ടായ്മയിലൂടെ അവരുടെ മാനസിക ശാരീരിക വിഷമതകൾ പങ്കുവയ്ക്കുവാനും പ്രാർത്ഥനയിലൂടെ ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതിനും ധൈര്യം സംഭരിക്കുന്നതിനും പ്രവർത്തിച്ചു വരുന്നു. അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സാമ്പത്തിക സഹായം ചെയ്തു വരുന്നു. ഏറെ സന്തോഷത്തോടെ ഈ ഗ്രൂപ്പ് മുന്നോട്ട് പോകുന്നു. ഏദൻ ഗ്രൂപ്പ്, മക്കളില്ലാത്ത ദമ്പതികളുടെ ഗ്രൂപ്പാണിത്. ഏദൻ ഗ്രൂപ്പ്, മക്കളില്ലാത്തതിന്റെ വിഷമം മൂലം വേദന അനുഭവിക്കുകയും തിരസ്കരണം നേരിടുകയും ചെയ്യുന്ന ദമ്പതികൾ ഒരുമിച്ച് പരസ്പരം വിഷമതകൾ പങ്കുവയ്ക്കാനും സാമൂഹ്യ പ്രവർത്തനങ്ങളിലൂടെ കർമ്മനിരതരാകാനും ഇവർക്ക് സാധിക്കുന്നു. ദർശന യൂട്യൂബ് ചാനൽ, 2020 ഏപ്രിൽ മാസത്തിൽ ആരംഭിച്ച ദർശന യൂട്യൂബ് ചാനൽ ഭിന്നശേഷിക്കാരുടെ അഭിമാനകരമായ ചാനലായി മാറിക്കൊണ്ടിരിക്കുന്നു. 8800 പരം സബ്സ്ക്രൈബേഴ്സ് ഇതിലുണ്ട്.
ഭിന്നശേഷിക്കാരുടെ കലാവാസനകൾ പ്രകടമാക്കുന്നതിനും കനവ്, ആത്മീയമായ ഉന്നമനത്തിന് വേണ്ട ധ്യാനങ്ങൾ, ക്ലാസുകൾ, സമകാലിക വാർത്തകൾ, സ്നേഹസംഗമം തുടങ്ങിയ നിരവധി പ്രവർത്തനങ്ങൾ ഈ യൂട്യൂബിലൂടെ നടത്തിവരുന്നു. ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ വെച്ച് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഭിന്നശേഷിക്കാർക്കും അത്ലറ്റ് മീറ്റും, വീൽചെയർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വടംവലി മത്സരവും പഞ്ചഗുസ്തി മത്സരവും നടത്തിവരുന്നു. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി വിനോദയാത്രകളും സ്വയം തൊഴിലിനു വേണ്ടി പരിശീലനങ്ങളും അവസരങ്ങളും സജ്ജമാക്കുന്നു. ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായം ചെയ്യുന്ന സുമനസ്സുകളുടെ DSS ഗ്രൂപ്പും ദർശന ഫ്രണ്ട്സും പ്രവർത്തിച്ചു വരുന്നു. ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് ക്രിയാത്മകവും നൂതനവുമായ ചിന്തകൾ പങ്കുവയ്ക്കുന്നതിനും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാനും ഒരു ഉപദേശക സമിതി പ്രവർത്തിച്ചു വരുന്നു. സ്നേഹസംഗമം എല്ലാ ശനിയാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30 ഭിന്നശേഷിക്കാരുടെ ഒരു കൂട്ടായ്മ ഓൺലൈനിലായി നടത്തിവരുന്നു. 70-ൽ പരം വ്യക്തികൾ ഗൂഗിൾ മീറ്റിലൂടെ നടത്തിവരുന്ന ഈ സ്നേഹ സംഗമത്തിൽ പങ്കെടുക്കുന്നു. മതനേതാക്കന്മാരിലൂടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. മോട്ടിവേഷൻ ക്ലാസുകളും സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് വരുന്ന വ്യക്തികളുടെ മുഖ്യ പ്രഭാഷണങ്ങളും ഡിപ്പാർട്ട്മെന്റുകളെ പറ്റിയുള്ള പരിചയപ്പെടുത്തലുകളും സമൂഹത്തിന്റെ മുൻനിരയിലുള്ള വ്യക്തികളുടെ പ്രസംഗങ്ങളും നടത്തിവരുന്നു. റിപ്പോർട്ട്. പ്രിയമുള്ളവരെ, 2/11/2024 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ്ബ് ഡയറക്ടറും ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റുമായ റവറന്റ് ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ CMI അച്ഛന്റെ അധ്യക്ഷതയിൽ ചേർന്ന 177ാം സ്നേഹ സംഗമത്തിന്റെ റിപ്പോർട്ട്. ഗ്ലോറിയ ഗ്രൂപ്പിന്റെ ഇൻചാർജും ദർശന സർവീസ് സൊസൈറ്റി ഗവേണിംഗ് ബോഡി അംഗവുമായ ശ്രീ ജോയ് ഫ്രാൻസിസ് സാറിന്റെ അനുശോചനം രേഖപ്പെടുത്തി മൗന പ്രാർത്ഥന നടത്തി. 177ാം സ്നേഹ സംഗമം നടത്തിയത് തിരുഹൃദയ ഗ്രൂപ്പാണ്. അവതരണം കുമാരി ലീന MJ നാട്ടിക, പ്രാർത്ഥന ശ്രീ തങ്കച്ചൻ TJ, സ്വാഗതം ശ്രീ ജെയ്സൺ കൊരട്ടി. ഗ്രൂപ്പിലുകളെ പരിചയപ്പെടുത്തി റിപ്പോർട്ട് അവതരിപ്പിച്ചത് ശ്രീ ജോസ് കൊരട്ടി. റിപ്പോർട്ട് യോഗം പാസാക്കി. തുടർന്ന് അധ്യക്ഷന്റെ വാക്കുകൾ. നമ്മിൽ നിന്ന് മൺമറഞ്ഞ ജോയ് സാറിന് അനുശോചനം വീട്ടിൽ പോയി അറിയിച്ചു, പ്രാർത്ഥിച്ചു, വീട്ടുകാരുമായി സംസാരിച്ചു. ഉദ്ഘാടനം ചെയ്തത് കല്ലൂർ സെന്റ് ജോസഫ് കോൺവെന്റിലെ കോൺഗ്രിഗേഷൻ ഓഫ് സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റിയിലെ റവറന്റ് സിസ്റ്റർ നിവേദ്യ CSE ആയിരുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ സംഘടനയെ കുറിച്ച് അറിഞ്ഞിട്ട് കുറച്ചു നാളായി. കുറവുകളെ നിറവുകളാക്കി നിങ്ങൾ മാറ്റുന്നു. നിങ്ങൾ മറ്റുള്ളവർക്ക് പ്രത്യാശ നൽകുന്നു. നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആശംസ പറയുന്നതോടൊപ്പം വിളിച്ചതിന് നന്ദി പറഞ്ഞ് യോഗം ഉദ്ഘാടനം ചെയ്യുന്നു. മുഖ്യ അതിഥിയായി എത്തിയത് രാമപുരം ഇന്ത്യ റിസർവ് ബറ്റാലിയൻ പോലീസിലെ ശ്രീ ജയശങ്കർ സാറായിരുന്നു. സ്നേഹം നിറഞ്ഞ അച്ഛ, എന്റെ ദർശന ക്ലബ് ഭാരവാഹികളെ, സഹോദരങ്ങളെ, ഇതിൽ ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ നന്ദി. എന്റെ കഴിവിന്റെ പരമാവധി നിങ്ങളോട് സഹകരിക്കും. 4 ചുവരുകൾക്കുള്ളിൽ അല്ല ജീവിതമെന്ന് നിങ്ങൾ തെളിയിക്കുന്നു. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ അത്ഭുതം തോന്നുന്നു. എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. വിശിഷ്ട അതിഥിയായി എത്തിയത് JCI ത്രിപുര യുവജന പ്രസിഡന്റ് കുമാരി അഞ്ജലി മനോജ് ആയിരുന്നു. ആദ്യമായാണ് ഞാൻ ഇങ്ങനെ ഒരു സ്നേഹ സംഗമത്തിൽ വരുന്നത്. ലീന ചേച്ചിയാണ് എന്നെ ക്ഷണിച്ചത്. ക്ലബ്ബ് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിൽ വളരെ സന്തോഷം. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ അത്ഭുതം തോന്നുന്നു. എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ആശംസ പറയാനെത്തിയത് വെങ്ങിനിശ്ശേരി ഗ്രാമപഞ്ചായത്ത് 4ാം വാർഡ് മെമ്പർ ശ്രീമതി സിബി സുരേഷ് മാഡം ആയിരുന്നു. ദർശന ക്ലബിനെ പറ്റി ആദ്യമായാണ് കാണുന്നതും കേൾക്കുന്നതും. ഇത് നല്ലൊരു കൂട്ടായ്മയാണ്. നിങ്ങളിൽ പലവിധ കഴിവുകൾ ഉണ്ടെന്ന് മനസ്സിലായി. ഞാൻ നിങ്ങളോട് ഇനിയും സഹകരിക്കും. എന്നെ വിളിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഷിബു ആറ്റപ്പറമ്പൻ ഒല്ലൂർ, സിസ്റ്റർ കരുണ ഇവരുടെ ജന്മദിനം ആഘോഷിച്ചു. രണ്ടുപേരും അനുഭവങ്ങൾ പങ്കുവച്ചു. ഗ്രൂപ്പിലുള്ളവർ ജന്മദിന ആശംസകൾ നേർന്നു. യോഗാവസാനം കുമാരി ഷാലി വെങ്ങിനിശ്ശേരി നന്ദി പറഞ്ഞ് യോഗം അവസാനിപ്പിച്ചു. ഈ റിപ്പോർട്ട് സഭാ സമക്ഷത്തിനായി സമർപ്പിക്കുന്നു. ലീന MJ നാട്ടിക. റിപ്പോർട്ട് പാസ്സാക്കല്ലേ? പാസ്സാക്കാം. വളരെ വ്യക്തമായിട്ട് ലീന റിപ്പോർട്ട് വായിച്ചു. താങ്ക് യു ലീന. അടുത്തതായി ഈ സ്നേഹ സംഗമം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന ക്ലീൻ മേരി സ്കൂൾ, മൗലിൻ ഡെഫ്, മേഘാലയ.
റവറൻഡ് സിസ്റ്റർ ആശ തെരേസ റാണി. സിസ്റ്ററിനെ ഒത്തിരി സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഞാൻ ക്ഷണിക്കുന്നു. വെൽക്കം ടു ദി സ്ക്രീൻ. സ്നേഹബഹുമാനപ്പെട്ട സോളമനച്ച, മറ്റ് വിശിഷ്ടാതിഥികളെ, ഏറ്റവും പ്രിയങ്കരായ വീൽചെയർ ബാസ്കറ്റ്ബോൾ അംഗങ്ങളെ, ഇന്ന് നിങ്ങളോടൊപ്പം ഈ യോഗത്തിലായിരിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷവും അതിലേറെ അഭിമാനവുമുണ്ട്. അഭിമാനിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊരു പക്ഷെ ചിന്തിക്കുന്നുണ്ടാവും എന്തിനാണ് അഭിമാനിക്കുന്നതെന്ന്. കാരണം എനിക്ക് നേടാനാവാത്ത പലതും നേടിയെടുത്ത, എനിക്ക് പലപ്പോഴും സാധിക്കാതെ പോയ പലതും സാധിച്ചെടുത്ത, അതിന് ആർജവത്വവും ആത്മവിശ്വാസവും ഒക്കെയുള്ള ഒരു കൂട്ടം ആൾക്കാരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ കഴിയുക എന്ന് പറയുന്നത് വളരെ വളരെ വളരെയധികം അഭിമാനാർഹമായ ഒരു സമയം തന്നെയാണ്. വെല്ലുവിളികൾക്കിടയിൽ നിന്ന് ഉയർന്നു വരാനും പ്രതിസന്ധികളെ നേരിടാനും ജീവിതത്തിൽ വിജയിക്കുവാനുമുള്ള ഇച്ഛാശക്തിയും കർമ്മബോധവും നിങ്ങളിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നിങ്ങളിവിടെയൊക്കെ ആയിരിക്കുന്നതും. അതോടൊപ്പം കൂടെയുള്ളവർക്ക് ആത്മവിശ്വാസവും സാന്ദ്രമായ സ്നേഹവും നൽകുന്നതിനും ജീവിതത്തിൽ ഊർജവും പ്രതീക്ഷയും ഒക്കെ നൽകുന്നതിനും ഈ ക്ലബിലൂടെ സാധിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ വ്യത്യസ്തമായ രീതിയിൽ ജീവിതത്തെ നോക്കിക്കാണുവാനും കുറവുകളെ വേറിട്ട രീതിയിൽ മറികടക്കാനും പരിശ്രമിക്കുന്ന നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളും യഥാർത്ഥത്തില് ഞങ്ങൾക്ക് വളരെയധികം ആകാംക്ഷയും അതിലേറെ അഭിമാനവും തോന്നുന്ന ഒന്ന് തന്നെയാണ്. ഞാൻ ഈ സമയം എൻ്റെ ബന്ധുവായ ഒരു സഹോദരനെ ഓർക്കുകയായിരുന്നു. ബന്ധു എന്ന് പറയുമ്പോൾ എൻ്റെ കസിൻ സിസ്റ്ററിന്റെ ഭർത്താവായിരുന്നു. 24-ാമത്തെ വയസ്സില് സുഭാഷ് എന്നാണ് ആളുടെ പേര്. സുഭാഷ് ഏട്ടൻ നെല്ലിന്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് വീണ് നട്ടല് തകർന്ന് ഏകദേശം ഒരു 2 വർഷത്തോളം ഇങ്ങനെ കട്ടിലയിൽ കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ആ സമയത്ത് എന്റെ കസിൻ സിസ്റ്ററുമായിട്ടുള്ള കല്യാണം ഏകദേശം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ എല്ലാവരും ഈ സുഭാഷിനോട് പറഞ്ഞു, നിന്റെ ജീവിതം തീർന്നു, ഇനി മുൻപോട്ടൊന്നും ചിന്തിക്കാനൊന്നുമില്ല, കാര്യം എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണ്, ഇനി നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ സഹതാപത്തോടു കൂടെയുള്ള കുറെ നോട്ടങ്ങളും എല്ലാവരും വന്നും കാണാൻ പോകുന്നു. ആദ്യ കുറച്ചു കാലമൊക്കെ കാണാനൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ആരും കാണാനും വരുന്നില്ല, സപ്പോർട്ട് ചെയ്യാത്ത, നിന്റെ ജീവിതം തീർന്നു എന്ന് പറഞ്ഞ ഒരു സമയം. അന്ന് ആദ്യം ഒരു കുറച്ചു കാലമൊക്കെ ആൾ അങ്ങനെ കിടന്നെങ്കിലും പിന്നീട് ആൾ ചിന്തിച്ചു, എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ എന്റെ മുമ്പിലുണ്ട്, എനിക്ക് ഇതുപോലെ തളർന്നു കിടക്കുന്ന ഒരുപാട് പേരെ ചെയ്യാനുണ്ട്. ഞാനിങ്ങനെ കിടന്നു കഴിഞ്ഞാൽ വിഷമിച്ചു കഴിഞ്ഞ് ഇന്നെന്നൊക്കെ പറയുന്ന ഇന്നത്തെ ദിവസം ഇന്നലകളായിട്ട് മാറും, പിന്നെ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളൊരു തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹം താൻ പഠിച്ച എഞ്ചിനീയറിംഗിന്റെ പാഠങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആയിരിക്കണം അദ്ദേഹം സ്വന്തമായിട്ട് ഒരു വണ്ടി വാങ്ങിയിട്ട് അതിനകത്ത് ചില മെയിൻ്റനൻസ് ഒക്കെ ചെയ്ത് പുള്ളിക്കാരന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതി അത് മെയിൻറ്റെയിൻ ചെയ്തെടുത്തു, മാറ്റിയെടുത്തു. ഏകദേശം ഞങ്ങള് അത്ഭുതത്തോടെ ഞങ്ങളുടെ വീട്ടുകാരൊക്കെ ഓരോ സംഗമങ്ങളിൽ അല്ലെങ്കിൽ കല്യാണങ്ങളിലൊക്കെ വളരെ അത്ഭുതത്തോടു കൂടി പുള്ളിനെ നോക്കി കാണാനുണ്ടായി. കാരണം ഏറ്റവും സംതൃപ്തിയോടെയുള്ള ഒരു മുഖഭാവമാണ് എന്നും സുഭാഷ് ചേട്ടനിൽ ഉണ്ടായിരുന്നത്. കാരണം നേടിയെടുക്കാൻ സാധിക്കാതിരുന്ന നിങ്ങളൊക്കെ, അല്ലെങ്കിൽ ആരും സാധിക്കില്ല എന്ന് പറഞ്ഞ ഞാൻ കട്ടിലേ തന്നെ കിടക്കൂ എന്നൊക്കെ പറഞ്ഞിരുന്ന പലരുടെ മുമ്പില് വളരെയധികം വിജയിച്ച്, അല്ലെങ്കിൽ ഞാൻ അന്ന് പുള്ളിക്കാരൻ പ്രൈവറ്റ് ആയിട്ടുള്ള ചില ജോലികളൊക്കെ ഏറ്റെടുത്ത് ചില പ്രൊജക്ട് വർക്കുകളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകുന്നൊരു സമയമാണ്. ഇന്ന് ഏകദേശം അതിനുശേഷം എൻ്റെ കസിനുമായിട്ടുള്ള കല്യാണമൊക്കെ നടന്നു. അതിനുശേഷം ഏകദേശം 10 വർഷങ്ങൾക്ക് ശേഷം ഒരു കുഞ്ഞും ജനിച്ചു. അത് പ്രത്യേകമായ ട്രീറ്റ്മെന്റിലൂടെയൊക്കെ ആണെങ്കിൽ തന്നെ ഇന്ന് വീട്ടില് ഞങ്ങളുടെ ബന്ധക്കാരുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ജീവിക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസത്തോടു കൂടി ജീവിക്കുന്ന, അവിടെ ഇരുന്നു കൊണ്ട് തന്നെ അല്ലെങ്കിൽ തന്നെ കൊണ്ട് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ പോയിക്കൊണ്ട് തന്നെ വളരെ മനോഹരമായ ഒരു വീടൊക്കെ പണിത് ഇപ്പൊ ഏറ്റവും ഇൻസ്പിറേഷൻ ആയിട്ട്, അല്ലെ വീട്ടുകാരുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ആ നാട്ടുകാരുടെ ഇടയിലും ഏറ്റവും കൂടുതലായിട്ട് ഇൻസ്പിറേഷൻ നൽകുന്ന രീതിയിൽ ജീവിക്കുന്ന സുഭാഷ് ചേട്ടൻ
ഞാൻ ഓർക്കുകയാണ്. ഒരുപക്ഷെ പുള്ളി അങ്ങനെ കിടന്നിരുന്നെന്നുണ്ടെങ്കിൽ ഒരു 30 വയസ്സോടുകൂടി അങ്ങനെ കിടന്ന് പുള്ളി ശോഷിച്ച് ഭംഗിയൊക്കെ പോയി അങ്ങനെ പോകുമായിരുന്ന, അല്ലെങ്കിൽ അങ്ങനെ ജീവിതത്തെ തന്നെ ശപിച്ച് അല്ലെങ്കിൽ എല്ലാവരെയും കുറ്റം പറഞ്ഞ് ജീവിക്കാം അല്ലെങ്കിൽ ജീവിക്കേണ്ടിയിരുന്നിരുന്ന ഒരാള് ഇന്ന് വളരെയധികം വളരെ നല്ലൊരു രീതിയിൽ നല്ല ഒരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന സുഭാഷ് ചേട്ടൻ ഒരുപക്ഷെ മറ്റു പലർക്കും ഇന്നും ജോലി നോക്കി നടക്കുന്ന ഞങ്ങളുടെ തന്നെ കസിൻസില് ഭയങ്കര അത്ഭുതകരമാണ്. അവർക്കൊക്കെ അത്ഭുതമാണ്, എങ്ങനെ സുഭാഷ് ചേട്ടൻ ഇങ്ങനെ ജീവിക്കുന്നു. ഞങ്ങളൊക്കെ ഇപ്പൊ ജോലി അന്വേഷിച്ച് അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു, ഞങ്ങളെ കൊണ്ടൊന്നും പറ്റുന്നില്ല. ഞങ്ങൾക്ക് ഒരു ദിവസം കൈ ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കാലിന് ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, അല്ലെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല, കുടുംബജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നൊക്കെ ഞങ്ങൾ ചിന്തിക്കുന്ന ഞങ്ങളുടെ ഇടയില് ഇതിനൊന്നും സാധിക്കാത്ത, ഇതിനൊന്നും പറ്റാത്ത സുഭാഷ് ചേട്ടൻ ഇതിനെല്ലാം എങ്ങനെ കൊണ്ടു നടക്കുന്നു. മറ്റു പലർക്കും ക്ലാസ് എടുക്കാനായിട്ട് പോകുന്നു. ഭയങ്കര ആത്മവിശ്വാസമുള്ള ഒരു ജീവിതം എന്നും ഞങ്ങളൊക്കെ വളരെയധികം അത്ഭുതത്തോടു കൂടി നോക്കിക്കാണുന്നു. അതുപോലെ തന്നെ നിങ്ങളിൽ പലരും അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെയധികം നിങ്ങളുടെ കുറവുകളിൽ നിന്നോ ബുദ്ധിമുട്ടുകളിലോ അതിലൊന്നും തളർന്നു പോകാതെ വളരെയധികം മുമ്പോട്ട് പോകുന്ന അല്ലെങ്കിൽ പ്രചോദനകരമായ ഒരു ജീവിതം നയിക്കുന്ന വ്യക്തിത്വങ്ങളാണ് നിങ്ങളെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനിയും മുമ്പോട്ടുള്ള ജീവിതത്തിനും പ്രത്യാശ നഷ്ടപ്പെടാതെ സ്വപ്നങ്ങൾക്ക് ചിറകുള്ളവരായിട്ട് എന്നും പറന്നുയരുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഏകദേശം ഒരു 7 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ സോളമൻ അച്ഛനെ പരിചയപ്പെടുന്നത്. വളരെ ക്രിയാത്മകതയോടുകൂടി ഓടി നടക്കുന്ന സോളമൻ അച്ഛൻ ഞങ്ങൾക്ക് എന്നും അത്ഭുതമായിരുന്നു. അമലയിൽ ഞാൻ വർക്ക് ചെയ്തിരുന്ന ഒരു 6 വർഷക്കാലം അച്ഛന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റവും മനോഹരമായിട്ട് ഫലമണിയട്ടെ എന്ന് ആശംസിക്കുന്നു, അതോടൊപ്പം പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഇതിന്റെ എല്ലാ ഭാരവാഹികൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. കൂടുതൽ ഉയരങ്ങൾ കീഴടക്കുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധ്യമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഈ 178ാമത്തെ സ്നേഹസംഗമം 178ാമത്തെ സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. എല്ലാവിധ പ്രാർത്ഥനാശംസകളും നേരുന്നു. നന്ദി. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെ കൂടി ഓർക്കണമെന്ന് അപേക്ഷിക്കുന്നു. ബിൻചേട്ടൻ പറഞ്ഞതുപോലെ ഞാനിവിടെ ഗോത്രവർഗക്കാരായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്കൂളില് സേവനം അനുഷ്ഠിക്കുകയാണ്. ഇവിടെയും ഒത്തിരി ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും നിറഞ്ഞ ഒരു ജീവിത സാഹചര്യമാണ് ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്കുള്ളത്. പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പലർക്കും സാധിക്കുന്നില്ല. അപ്പോ ദൂരത്തിൻ്റെതായ 10, 20, 25 കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിന്ന് സ്കൂളിൽ എത്തിച്ചേരേണ്ട അവസ്ഥയും റോഡിന്റെ ശോചനീയാവസ്ഥകളും സ്കൂളുകളില്ലായ്മയും ഒക്കെ അവരെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പോ അവർക്കൊക്കെ ഒന്ന് സഹായകമാകാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളിലാണ് ഞങ്ങൾ 2-3 പേരുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളെ കൂടി ഓർക്കുക. നിങ്ങളുടെ മുമ്പോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരിക്കൽ കൂടി ആശംസ നേരുന്നു. നന്ദി. താങ്ക് യു സിസ്റ്റർ പോകല്ലേ. ഒരു കാര്യം കൂടി ഉണ്ട്. ഒരു പ്രോഗ്രാമിന്റെ അനൗൺസ്മെന്റ് നടത്താനുണ്ട്. തിരുഹൃദയ ഗ്രൂപ്പ് നടത്തിയ ഭക്തിഗാന മഞ്ചരി പ്രോഗ്രാമിന്റെ അനൗൺസ്മെന്റ് സിസ്റ്റർ പറയണം. 1st, 2nd, 3rd അതുപോലെ തന്നെ 5 പേർക്ക് പ്രോത്സാഹന സമ്മാനം സിസ്റ്ററിന് അയച്ചു തന്നിട്ടുണ്ടാവും. 1ാം സമ്മാനം നേടിയിരിക്കുന്നത് ദിയ ടോമി. 2ാം സമ്മാനം നേടിയിരിക്കുന്നത് ആര്യ റോസ്. 2ാം സമ്മാനം ആര്യ റോസ്. 3ാം സ്ഥാനം അനഘ റോസ്. എന്നീ പ്രോത്സാഹന സമ്മാനങ്ങളാണ്. 1 ബിന്ദു മാള, 2ാമത് ജോയ്സി തോമസ്, പ്രഷ്യസ്, പിന്നെ ജോയി CJ പാവറട്ടി, ശശി പൂത്തുരുത്തി. എല്ലാവർക്കും എല്ലാവിധ അനുമോദനങ്ങളും ആശംസകളും അർപ്പിക്കുന്നു. താങ്ക് യു സിസ്റ്റർ. ഇനി ഞങ്ങളുടെ പ്രാർത്ഥനയില് സിസ്റ്ററിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഇത്രയും തിരക്കുകൾക്കിടയിലും ഞങ്ങളുടെ ഈ മീറ്റിംഗിൽ എത്തിയതിന് ഒത്തിരി നന്ദി പറയാണ്. താങ്ക് യു സിസ്റ്റർ. തിരുഹൃദയ ഗ്രൂപ്പ് നടത്തിയ ഭക്തിഗാന മഞ്ചരി മത്സരത്തില് 1st, 2nd, 3rd കിട്ടിയവർക്കും
പ്രോത്സാഹന സമ്മാനം കിട്ടിയവർക്കും എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. അടുത്തതായി ഈ സ്നേഹ സംഗമത്തിൽ ആശംസ അർപ്പിക്കാൻ എത്തിയിരിക്കുന്ന ഫുട്ബോൾ കമന്റേറ്റർ, സാംസ്കാരിക കൂട്ടായ്മകളുടെ ഓർഗനൈസർ, ജാതി മതഭേദമന്യേ ഉത്സവ നഗരികളുടെ ചിരപരിചിത ശബ്ദം ശ്രീ ജോൺസൺ അച്ചാണ്ടി സാറിനെ ഒത്തിരി സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഞാൻ ക്ഷണിക്കുന്നു. വെൽക്കം ടു സ്ക്രീൻ. താങ്ക് യു മാഡം. ഓക്കെ, കേൾക്കുന്നുണ്ടോ? ഏറെ സ്നേഹത്തോടെ ബിനു മാസ്റ്റർ പറഞ്ഞതുപോലെ ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്താണ്. ആദ്യമായി നിങ്ങളോട് ഞാൻ ആദ്യമായി ക്ഷമ ചോദിക്കുകയാണ്. കാരണം എന്തെന്ന് വിചാരിച്ചാൽ സമൂഹത്തിന്റെ പല മേഖലകളിലൂടെ വ്യാപിച്ചു പോകുമ്പോഴും ദൈവം നമുക്ക് ഇത്രയേറെ സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ചെയ്തു തന്നപ്പോഴും മറ്റുള്ളവരുടെ പരിപാലനത്തിന് വേണ്ടി കേരളത്തിൽ അതുപോലെ തന്നെ തൃശ്ശൂരിൽ നമ്മുടെ ജന്മനാട്ടിൽ ഇങ്ങനെ ഒരു പ്രസ്ഥാനം തുടങ്ങിയിട്ട് ആ പ്രസ്ഥാനത്തിൽ ഭാഗമാകാൻ വളരെ താമസിച്ചാണ് എനിക്ക് സാധിച്ചുള്ളൂ എന്നതുള്ള വിഷമം ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ്. നിങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുവാൻ ഇന്നു മുതൽ, കഴിഞ്ഞ ആഴ്ചയാണ് എൻ്റെ ഏറെ സുഹൃത്തും ഞങ്ങളുടെ ഇടവക പള്ളിയിലെ വേദോപദേശ അധ്യാപകനും സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന നിലവിളക്കായി കത്തിജ്വലിച്ചു നിൽക്കുന്ന ബിനു മാസ്റ്റർ ഈ പ്രസ്ഥാനത്തെ കുറിച്ച് പരിചയപ്പെടുത്തിയത്. അപ്പൊ ഞാൻ മാഷിനോട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് പ്രസ്ഥാനത്തെ കുറിച്ച് കാര്യങ്ങൾ കൂടുതലൊന്നും അറിയില്ല. അപ്പൊ മാഷ് പറഞ്ഞു, ജോയ്സൻ അത് തന്നെ പരിചയപ്പെടും, കാര്യങ്ങളൊക്കെ പരിചയപ്പെടും. ആദ്യമായി തന്നെ ഈ പ്രസ്ഥാനത്തിനോട് എന്നെ അടുപ്പിച്ച ബിനു മാസ്റ്ററിനും അതിലേക്ക് എന്നെ ചൂണ്ടിക്കാണിച്ച ദൈവത്തിനും ആദ്യമായി ഞാൻ നന്ദി പറയുകയാണ്. നിങ്ങളോടുകൂടെ ഇനിയുള്ള കാലം ഈ പ്രസ്ഥാനത്തിന്റെ പുരോഗതിക്കും ഉന്നതിക്കും തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറാണെന്ന് ആദ്യമായി പറയുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് എന്നെ ഇവിടേക്ക് ക്ഷണിച്ചതിനും ഞാൻ നന്ദി പറയുന്നു. അതോടൊപ്പം ഞാനൊരു അനൗൺസറാണ് എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ബിനു മാഷ്ട ശൈലിയിൽ മാഷ അവതരിപ്പിച്ചു. സന്തോഷമുണ്ട്. ദൈവം ആ അനുഗ്രഹം എന്ന് നിലനിർത്തി തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വരും കാലങ്ങളിൽ നമ്മുടെ ഈ സംഘടനയ്ക്ക് ഏതെല്ലാം രീതികളിൽ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ എന്തെല്ലാം തരത്തിൽ പ്രവർത്തിക്കുവാൻ സാധിക്കുമോ അതിന് ഒരു പോയിന്റ് പോലും പുറകിലോട്ട് നിൽക്കാതെ 100-ൽ 110% മുന്നിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഞാൻ സന്നദ്ധനാണ് എന്ന് ഇത്തരണത്തിൽ ഞാൻ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ സാംസ്കാരിക നഗരിയിൽ, ശക്തന്റെ തട്ടകത്തിൽ, പൂരനഗരിയിൽ, പൂരപ്പൊലിമയുടെ തറവാട്ടുമുറ്റത്ത് ദീർഘവീക്ഷണത്തോടുകൂടി സോളമനച്ചൻ തുടങ്ങി വെച്ച ദർശന എന്ന ഈ സർവീസ് സൊസൈറ്റിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും എല്ലാവിധ പ്രാർത്ഥനകളും ഞാൻ നേരുകയാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് മുന്നോട്ട് ഒരുമിച്ച് പോകാം. ഏതാവശ്യത്തിനും ഏത് പാതിരാത്രിയിലും എപ്പോഴും ബന്ധപ്പെടാം. നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ കലാ കായിക സാംസ്കാരിക പരിപാടികൾ ഉണ്ടെങ്കിൽ ഈ എളിയവനായ എന്നിൽ കഴിയാവുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഏത് കേരളത്തിലായാലും പുറത്തായാലും എവിടെയായാലും പ്രതിഫലേച്ഛ കൂടാതെ കൈമെയ് മറന്ന് നിങ്ങളോടൊപ്പം സഹകരിക്കാൻ പ്രവർത്തിക്കാൻ ഞാനുണ്ട് എന്നും കൂടി ഇത്തരണത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് ബാസ്കറ്റ് ബോളിന്റെ ടീമിൻ്റെതാണ് ഇന്നത്തെ ഇത് എന്നിവിടെ മനസ്സിലാക്കാൻ സാധിച്ചു. റിപ്പോർട്ട് ഞാൻ കേട്ടു. വളരെ മനോഹരമായി സ്ഫുടമായി റിപ്പോർട്ട് അവതരിപ്പിച്ചു. അതോടൊപ്പം തന്നെ ഇവിടെ അവതരണ ശൈലിയിൽ റിനി ടോമിയെ പോലെ, രഞ്ജിനി ഹരിദാസിനെ പോലെയൊക്കെ മനോഹരമായി അവതരിപ്പിക്കുന്ന ആ ചേച്ചീനെയും മനോഹരമായി വാക്കുകൾ കേൾക്കുവാൻ സാധിച്ചു. ഏറെ സ്നേഹത്തോടെ ആ സിസ്റ്ററിന്റെ ആ സ്നേഹമായ ആ സന്ദേശം നമുക്ക് കേൾക്കുവാൻ സാധിച്ചു. മുൻകാലങ്ങളിൽ ഇതുപോലെയൊക്കെ ഉണ്ടായിരുന്നു എന്നത് പങ്കെടുക്കാൻ പറ്റാതെയുള്ള വിഷമം കൂടി അറിയിച്ചുകൊണ്ട് ദർശന സർവീസ് സൊസൈറ്റിയുടെ 178ാമത് ഈ സ്നേഹ സംഗമത്തിലെ അധ്യക്ഷപദം അലങ്കരിച്ച സോളമനച്ചൻ ഡയറക്ടർ, അതോടൊപ്പം തന്നെ ഈ സ്നേഹ സംഗമത്തിൽ ഇന്ന് പങ്കെടുക്കുന്ന മഹത് വ്യക്തിത്വങ്ങൾ, അവർക്ക് എല്ലാവർക്കും ആരോഗ്യ സൗഖ്യം ദൈവം നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എതിരാളികൾ എത്ര ശക്തരാണെങ്കിലും ത്രിസന്ധിയിൽ തൂണുപിളർന്നു വരുന്ന നരസിംഹ അവതാരത്തെ പോലെ ബാസ്കറ്റ്ബോൾ കോർട്ടുകളിൽ എതിരാളികൾക്ക് മേൽ കടന്നാക്രമണം നടത്തി പോയിന്റുകൾ വാരിക്കൂട്ടി നമ്മുടെ സംഘടനയുടെ, ദർശനയുടെ, നമ്മുടെ അഭിമാന താരങ്ങളായ ബാസ്കറ്റ്ബോൾ താരങ്ങൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും നേരുന്നു. ചരിത്രത്തിന്റെ തങ്കത്താളുകളിൽ സുവർണലിപികളാൽ ആലേഖനം ചെയ്യപ്പെടുത്തിക്കൊണ്ട് മനുഷ്യരെല്ലാവരും ഒന്നാണ് എന്ന് പറയുന്നത് പോലെ ജീവകാരുണ്യ പ്രവർത്തനത്തിലും സാമൂഹിക പ്രതിബദ്ധതയോടെ ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിക്കുന്നതിന് ദർശനയിലെ എല്ലാവർക്കും സാധിക്കട്ടെ. ഒപ്പമുണ്ട്, കൂടെയുണ്ട്, എന്നും എപ്പോഴും അടറാതെ പതറാതെ ഇടറാതെ നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് ദൈവം നമുക്ക് തന്ന കഴിവുകൾ, മറ്റു കുറവുകളുള്ള, അതൊന്നും ഒരു കുറവുകളല്ല. ദൈവം റെഡിക്ക് അവരാണ്
അനുഗ്രഹിക്കപ്പെട്ട മക്കൾ ഈ നാട്ടിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഈ കാര്യങ്ങളും കുടുംബ പ്രശ്നങ്ങളും നാട്ടിലെ പ്രശ്നങ്ങളും ഒക്കെ കാണുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് നമ്മളാണ്. നമുക്കൊക്കെ കൈത്താങ്ങ് തരുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ തന്നെയുള്ളൂ. പക്ഷെ അവരെ പോലെയുള്ളവരെ സഹായിക്കുവാനും അവരുടെ ഒപ്പം നിന്ന് പ്രവർത്തിക്കുവാനും അവസരം ലഭിക്കുന്ന അവരാണ് ഭാഗ്യവാന്മാർ. അതിനേക്കാൾ കൂടുതൽ അവരെ സഹായിക്കാൻ ദർശന എന്ന ഈ സംഘടനയിലൂടെ നമുക്ക് സാധിക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. തുടർന്ന് ഈ സംഘടനയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഏത് സമയത്തും രാപ്പകലുകളില്ലാതെ 24 മണിക്കൂറും നിങ്ങൾക്കായി പ്രവർത്തിക്കാൻ ഈ എളിയവനായ ഞാൻ ഒപ്പമുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ സംഘടനയ്ക്ക് എല്ലാവിധ ആശംസകളും സ്നേഹപൂർവ്വം ക്ഷണിച്ച ബിനു മാസ്റ്റർക്കും ഇതിന്റെ എല്ലാ സംഘാടകർക്കും നന്ദി ആശംസകൾ. താങ്ക് യു സാറേ. ഞങ്ങളെ സഹകരിക്കാനും പ്രവർത്തിക്കാനും തോന്നിയ ആ നല്ല മനസ്സിനോട് ഞങ്ങൾ ഒത്തിരി നന്ദി പറയാണ്. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി. താങ്ക് യു സാറേ. താങ്ക് യു സാറേ. ഒരു റിക്വസ്റ്റ്, ഏതെങ്കിലും ഒരു സന്തോഷ് ട്രോഫിയുടെയോ അല്ലെങ്കിൽ അടുത്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ടൂർണമെന്റിന്റെയോ ഒരു ശകലം നമ്മൾ പറയില്ലേ, കുറച്ച് നല്ലൊരു ഇടപെടാതെയുള്ള മുറിയാതെയുള്ള ഒരു വായത്താരി കേൾക്കാനായിട്ട് താല്പര്യമുണ്ട് എല്ലാവർക്കും. പറഞ്ഞു കഴിഞ്ഞു, ഞാൻ കേട്ടു പറഞ്ഞത്, ആരെ പറഞ്ഞത് ഞാൻ ഓർക്കുന്നില്ല. അപ്പൊ അതൊന്ന് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരു മിനിറ്റോ അല്ലെങ്കിൽ എത്രയാണെങ്കിൽ കേൾക്കാനായിട്ട് കൊതിയുണ്ട്. ഒന്ന് ബുദ്ധിമുട്ടില്ലെങ്കിൽ പറയൂ പ്ലീസ്. കടകടാരവും മുഴക്കി പറക്കുന്ന പറവയുടെ താളാത്മകതയും കടകടാരവും മുഴക്കി കുതിക്കുന്ന കാട്ടുകുതിരയുടെ ശൗര്യവും കാട്ടാറിന്റെ സൗന്ദര്യവും കാട്ടുകലമാനവന്റെ മെയ്വഴക്കവുമായി ഫുട്ബോൾ കോർട്ടുകളിൽ അടക്കി വാഴുന്ന ഇന്ത്യൻ ഫുട്ബോളിന്റെ താരപ്രജാപതിമാരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന IM വിജയനെയും ജോപ്പോൾ അഞ്ചേരിയെയും CV പാപ്പച്ചനെയും ജന്മം നൽകിയ തൃശീവ പേരൂരിന്റെ മണ്ണിൽ ജന്മമെടുത്ത എല്ലാവിധ അഭിനന്ദനങ്ങളും ഞങ്ങൾ സ്നേഹപൂർവ്വം നേരുകയാണ്. മൈതാനത്തിന്റെ ഒരു ഭാഗത്ത് കാടിളക്കി മതമിളകി വരുന്ന മതയാനയെ പിടിച്ചു നിർത്താൻ കഴിവുള്ള കാര്യത്തിന്റെ കൈക്കരുത്തുമായി ഇന്ത്യൻ ഗോൾ വലയം കാത്ത ഇന്ത്യയുടെ മുൻ ഗോൾ കീപ്പർ വിക്ടർ മഞ്ഞില ഒരു ഭാഗത്ത്, മറുഭാഗത്ത് എതിർ ടീമിന്റെ നെഞ്ചകം പിളർത്ത് എതിർ ടീമിന്റെ ഗോൾ വല തുടരെ ചലിപ്പിക്കാൻ കഴിവുള്ള താരനിബിഡമായ ഫുട്ബോളിന്റെ ചക്രവർത്തിമാരെ അണിനിരത്തിക്കൊണ്ട് സാംസ്കാരിക തലസ്ഥാന നഗരിയായ തൃശീവ പേരൂരിന്റെ മണ്ണിൽ നിന്ന് ദർശന സർവീസ് സൊസൈറ്റിയുടെ ടീം മറുഭാഗത്ത് കൂട്ടിന്റെ പോർക്കച്ചമുറുക്കി കടന്നു വരികയാണ്. അണമുറിയാത്ത അലകടൽ പോലെ ഒഴുകിയെത്തുന്ന ജനസാഗരങ്ങൾക്ക് മുന്നിൽ തങ്ങളുടെ മിന്നൽ പ്രകടനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് എതിരാളികളെ നിലംപരിശാക്കാൻ കഴിവുള്ള താരപ്രജാപതിമാരെ അണിനിരത്തിക്കൊണ്ട് ദർശന സർവീസ് സൊസൈറ്റിയുടെ മിന്നും താരങ്ങൾ മൈതാനത്ത് എത്തിച്ചേർന്നിരിക്കുന്നു. വിജയാശംസകൾ നേരുന്നു. ഈ സ്നേഹ സംഗമത്തിൽ മുഖ്യാതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്ന റിട്ടയർഡ് കായിക അധ്യാപകനായ ശ്രീ CD ചാക്കോ സാറിനെ ഏറ്റവും ബഹുമാനത്തോടെ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുന്നു. വെൽക്കം ടു സ്ക്രീൻ. അധ്യക്ഷൻ, ദർശന സർവീസ് സൊസൈറ്റി ഡയറക്ടർ സ്നേഹ ബഹുമാന്യ സോളമനച്ച, മീറ്റ് ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട സിസ്റ്റർ ആശ തെരേസ റാണി, PRO ശ്രീ പിയൂസ് KP, മറ്റു വിശിഷ്ടാതിഥികളെ, ദർശന സർവീസ് സൊസൈറ്റി ഭാരവാഹികളെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത്. എൻ്റെ അയൽവാസിയായ മിനി, നേരത്തെ പ്രാർത്ഥനാഗാനം ആലപിച്ച മിനിയുടെ തൊട്ടടുത്ത വീടാണ് എൻ്റേത്. ഇന്നലെ മിനി പറയുമ്പോഴാണ് ഞാൻ ഈ വിവരം അറിയുന്നതും അതിനെ തുടർന്നാണ് ഞാൻ സമ്മതിച്ചതും. ഏതായാലും ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കിടക്കാം. ബാംഗ്ലൂർ, ഞാനൊരു റിട്ടയർഡ് കായികാധ്യാപകനാണെന്ന് നിങ്ങൾ കാണുമല്ലോ, നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാംഗ്ലൂർ YMCA കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷനിലെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്കൊരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു, പ്രിൻസിപ്പിൾസ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. അതിൽ ആദ്യത്തെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു സെന്റൻസ് ആയിരുന്നു, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഈസ് നത്തിങ് ബട്ട് എഡ്യൂക്കേഷൻ ദാറ്റ് ഡെവലപ്സ് ദ ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ്. ആ ഒരു ആപ്തവാക്യമാണ്, ഈ തത്വമാണ് കായിക മേഖലയുടെ മുഖമുദ്ര എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് അല്ലെങ്കിൽ 2-4 ദിവസങ്ങളിലായിട്ട് കൊച്ചിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന
കേരള സ്കൂൾ കായികമേള നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. അതിന് പ്രത്യേകതയുണ്ടായിരുന്നു. ആദ്യ ദിവസം തന്നെ ഇൻക്ലൂസീവ് സ്പോർട്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള മത്സരങ്ങളാണ് നടത്തപ്പെട്ടത്. മാത്രമല്ല, നമ്മുടെ ഒളിമ്പ്യൻ ശ്രീജേഷിന് ദീപശിഖ കൈമാറിയത് ആരാണെന്ന് അറിയാവോ? വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് 2 കായിക താരങ്ങളാണ്. അപ്പോ കായിക മേഖലയില് അംഗപരിമിതി എന്നുള്ള ഒരു വിഷയമില്ല. എല്ലാ ഗെയിംസിലും സ്പോർട്സിലും അംഗപരിമിതി ഉള്ളവർ പ്രശോഭിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത്. ഞാൻ കാണാറുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ വീൽ ചെയറിൽ ബാസ്കറ്റ് ബോൾ ടൂർണമെന്റിന്റെ വീഡിയോ മിനിക്ക് കാണിച്ചു തന്നിരുന്നു. എത്ര മനോഹരമായിട്ടാണ് ആ മത്സരം നടന്നത്. അതുപോലെ തന്നെ എല്ലാ മേഖലയിലും സ്പോർട്സ് ആൻഡ് ഗെയിംസിന്റെ എല്ലാ തലങ്ങളിലും അംഗപരിമിതി എന്നുള്ളൊരു എന്താ പറയാ, ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഒന്നും ഇല്ലാതെ വളരെ ഊർജത്തോടെ എല്ലാവരും പങ്കെടുക്കുന്നത് കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അത്ഭുതമാണ് തോന്നിയത്. കഴിഞ്ഞ 30 വർഷത്തെ എൻ്റെ സർവീസിനിടയിൽ എനിക്ക് ആ ഭാഗ്യം ലഭിച്ചില്ല. ഞങ്ങളുടെ ഈ കായികമേള സംഘടിപ്പിക്കാൻ, അതുപോലെ തന്നെ അതൊന്ന് ഒഫീഷ്യേറ്റ് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചില്ല എന്നുള്ളത് സത്യം. പക്ഷേ റിട്ടയർമെന്റിന് ശേഷം പല മേളകളും പല കായിക മത്സരങ്ങളും എനിക്ക് കാണാൻ അവസരം ലഭിച്ചു. അപ്പോഴൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട്, 2 കാലും 2 കൈയും ശരിയായിട്ടുള്ളവർ മടി കാണിച്ചിരിക്കുമ്പോൾ, ഇതൊന്നും ഇല്ലാത്തവർ അതിന് താല്പര്യം കാണിക്കുമ്പോൾ, അതിന് ആത്മാർത്ഥത കാണിക്കുമ്പോൾ അവരുടെ ആ ചങ്കൂറ്റം ഞാൻ ശരിക്കും പറഞ്ഞാൽ പ്രശംസിക്കുകയാണ്. ഏതായാലും എനിക്ക് ഈ അവസരം തന്നതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യമായിട്ട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ആശംസകൾ നൽകുന്നു. ഇനി തുടർച്ചയായിട്ടുള്ള ഈ മേഖലയിൽ നിങ്ങൾ ഒട്ടും പിന്നോട്ട് പോകരുത്. കായിക മേഖലയിൽ നിങ്ങൾ മിന്നി തിളങ്ങി വരണം എന്നുള്ള ആശംസയോടെ ഞാൻ തൽക്കാലം നിർത്തട്ടെ. എനിക്ക് അർജന്റായിട്ട് സ്ഥലത്ത് പോകാനുള്ളതുകൊണ്ടാണ് വളരെ ചുരുക്കി പറയുന്നത്. സ്പോർട്സിനെ പറ്റി പറയുകയാണെങ്കിൽ ധാരാളം പറയാനുണ്ട്. മാത്രമല്ല, ഈ മിനിയെ പറ്റി ഞാൻ പറഞ്ഞല്ലോ, മിനിയുടെ അതേ പ്രായത്തിൽ എൻ്റെ ജ്യേഷ്ഠന്റെ മകള്, അവളിതുപോലെ 3 വയസ്സിൽ പോളിയോ ബാധിച്ചതാണ്. പക്ഷെ അവളും ആ ആത്മവീര്യം വിട്ടില്ല. പഠിച്ചു, 10ാം ക്ലാസ് കഴിഞ്ഞു, പ്രീ ഡിഗ്രി കഴിഞ്ഞു, BCom പാസ്സായി. ഇപ്പോ പാവർട്ടി സാൻ ജോസ് ഹോസ്പിറ്റലിലെ ഒരു അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. പ്രായം പറയാൻ പാടില്ലെങ്കിലും പറയാണ്, 14 വയസ്സായി. ഇപ്പോഴും അവൾക്ക് വളരെ സന്തോഷത്തോടെ അവള് മുച്ചക്ര വാഹനത്തില് ഹോസ്പിറ്റലിൽ പോകുന്നു, വരുന്നു. അവളുടെ ആ ആദ്യം നമുക്ക് സങ്കടം തോന്നിയെങ്കിലും ഇപ്പോഴും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രശ്നമേ അല്ലാതെ മാറിയിരിക്കുന്നു. അപ്പൊ ഞങ്ങൾക്ക് വീൽ ചെയർ ബാസ്കറ്റ്ബോൾ അസോസിയേഷന്, ആ ക്ലബിലെ അംഗങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു, ആശംസ നൽകുന്നു, നിങ്ങളെ അഭിനന്ദിക്കുന്നു. തുടർന്നുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് എന്റെ ഭാഗത്തുനിന്ന് എന്തെല്ലാം സഹായം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ നിങ്ങൾക്കത് പ്രതീക്ഷിക്കാം. അതിന് തയ്യാറാണ് എന്നുള്ള കാര്യം കൂടെ നിങ്ങളെ അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു സാറേ. വീൽ ചെയർ ബാസ്കറ്റ്ബോൾ താരങ്ങൾക്ക് നൽകിയ സ്നേഹത്തിനും അഭിനന്ദനത്തിനൊക്കെ ഒത്തിരി നന്ദി പറയുന്നു. സാർ ഇത്രയും തിരക്കുകൾക്കിടയിലും ഞങ്ങളുടെ ഈ ഒരു ചെറിയൊരു മീറ്റിംഗിൽ എത്തിച്ചേർന്നതിന് ഒത്തിരി നന്ദി. താങ്ക് യു. ഈ സ്നേഹ സംഗമത്തിൽ എല്ലാവർക്കും നന്ദി പറയുന്നതിനായി കുമാരി ബിന്ദു കേക്കയെ ഞാൻ ക്ഷണിക്കുന്നു. ബിന്ദു. ചേച്ചിയുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ദ്രസ്ന സർവീസ് സൊസൈറ്റിയുടെ അധ്യക്ഷനായിരുന്ന പ്രസിഡന്റും ദ്രസ്ന ക്ലബ് ഡയറക്ടറുമായ റെവൻ ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിലച്ഛനെ ഏറ്റവും സ്നേഹത്തോടുകൂടി നന്ദി പറയുന്നു. ഉദ്ഘാടനം ചെയ്ത സിസ്റ്റർ ആശ ത്രേസ റാണി ക്ലീൻ മേരി സ്കൂളിലെ പ്രിൻസിപ്പാളാണ്. സിസ്റ്ററിനെ ഏറ്റവും സ്നേഹത്തോടുകൂടി നന്ദി പറയുന്നു. മുഖ്യ അതിഥിയായ ശ്രീ CD ചാക്കോ സാർ കായിക അധ്യാപനായി പ്രവർത്തിക്കുന്നു. ചാക്കോ സാറിനെ നന്ദി പറയുന്നു. ആശംസകൾ പറഞ്ഞ ഫുട്ബോൾ കമന്ററായ ശ്രീ ജോയ്സൺ സാറിനെ നന്ദി പറയുന്നു. പിയറായ ശ്രീ പിയൂഷ് ചേട്ടനും അവതരണം ചെയ്ത കുമാരി ലീ ചേച്ചിക്കും പ്രാർത്ഥന ലഭിച്ച കുമാരി മിനി പാവർട്ടി, സ്വാഗതം പറഞ്ഞ കുമാരി ഗീത, റിപ്പോർട്ട് അവതരിപ്പിച്ച കുമാരി ലീന ചേച്ചിക്കും ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു.
പിന്നെ 178-ാം ഗൂഗിൾ മീറ്റിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറഞ്ഞു നിർത്തുന്നു. താങ്ക് യു ബിന്ദു. ഈ ഒരു അവസരത്തില് ഞങ്ങളുടെ ഗ്രൂപ്പായ വീൽ ചെയർ ബാസ്കറ്റ്ബോൾ ഗ്രൂപ്പിന്റെ ഇൻചാർജായ വിനു മണവാളൻ സാറിനോട് ഞാൻ ഒത്തിരി താങ്ക്സ് പറയാണ്. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധയോടു കൂടിയാണ് സാറ് ഞങ്ങളെ കൊണ്ടു നടക്കുന്നത്. അപ്പൊ താങ്ക് യു സാറേ.